കഷ്ടപ്പാടില്ലാതെ ഒരു കലാകാരനാവുന്നില്ല. കഷ്ടപ്പാട് വേണം എൻ്റെ അഭിപ്രായത്തിൽ. വേണം. കുറേ കാര്യമാണ്. ട്രിക്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ആ ട്രിക്സൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുന്നിടത്താണ് ഒരു ക്രിയേറ്റർ ആവുന്നത്. റെക്സ് മാസ്റ്റർ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാൾക്ക് ജീവിതാനുഭവമില്ല. സാറിനോ? എനിക്ക് ജീവിതാനുഭവം ഇല്ല, അതാണ്. അപ്പോൾ മാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ ആ മ്യൂസിക് കേൾക്കാതെ ഇയാൾക്ക് ജീവിതാനുഭവം ഇല്ല എന്നെങ്ങനെ മനസ്സിലായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ, ഒരാളെ കണ്ടാൽ നമുക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് റിജക്ഷൻ നമ്മൾ പഠിക്കണം, അതാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യം അപ്ഡേഷനിലാണ്. നമുക്ക് കാലിക പ്രസക്തി വേണം ഒരു ആർട്ടിസ്റ്റ്, അതില്ലെങ്കിൽ അയാളെ കൊണ്ട് ഒരു കാര്യമില്ല. ശ്രേയ ഘോഷാൽ മാമിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ഭാഗ്യം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഫോർ ഓൾ ഓഫ് us to listen to her wonderful voice. So സാർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത് that she can be molded to sing മലയാളം so well? സാർ എങ്ങനെയാണ് ഗൈഡ് ചെയ്തത്? ആൻഡ് സാറിൻ്റെ അഭിപ്രായത്തിൽ how does she do it? ഈ ബനാറസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പാടാനായിട്ട് കണ്ടത് സാധന സർഗംജിയാണ്. അതെയോ? അപ്പോൾ അവർ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നു, പക്ഷേ പ്രൊണൗൺസിയേഷൻ വേണ്ട രീതിയിൽ ചാന്ത് തൊട്ടില്ലേ എന്നൊക്കെ ഉള്ളത് അന്ന് അവർക്ക് എന്തുകൊണ്ടോ അത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ മുംബൈയിലാണ്, സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞു, വൈ നോട്ട് വി കോൾ ശ്രേയ ഘോഷാൽ. അപ്പോൾ ഞാൻ പിയോ ബോലെ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ട്, മുൻപേ വാ എന്നൻപേ വാ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അപ്പോൾ പരിചിതമാണ്. അപ്പോൾ പക്ഷെ അവരെ പരിചയമില്ല. അപ്പോൾ അവർ വിളിച്ചാൽ വരുമോ അതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അവർ ഫ്രീ ആണെന്ന് പറഞ്ഞു. അവർ 1 മണിക്കൂറിനകം സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ശ്രേയ ഘോഷാലിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവരവിടെ വന്നപ്പോൾ 2 പാട്ടുകളുണ്ട്. ഒന്ന് ചാന്ത് തൊട്ടില്ലേ എന്നുള്ള പാട്ടും പിന്നെ മധുരം ഗായതി മീര എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രാക്സ് രണ്ടും കേട്ടപ്പോൾ ശ്രേയ പറഞ്ഞു, സർ ചാന്ത് തൊട്ടില്ലേ ഇപ്പം തന്നെ പാടാം, പക്ഷേ മധുരം ഗായതി മീര എനിക്കൊന്ന് പഠിക്കണം. അപ്പോൾ ഒരാഴ്ച ആ കോമ്പോസിഷൻ പഠിക്കണം, ലിറിക്കും പഠിക്കണം. അപ്പോൾ ഒരാഴ്ച സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ MR നായർ സാർ മുംബൈ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രതീഷ് എൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രതീഷ് പറഞ്ഞു, ചേട്ടാ അത് കുഴപ്പമില്ല, ചേട്ടൻ ഒരാഴ്ച താമസിക്കാൻ പറ്റുമോ, എൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ താമസിച്ചു. ചാന്ത് തൊട്ടിലെ പെട്ടെന്ന് പാടി. മധുരം ഗായതി മീര പാടാനായിട്ട് അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ എന്നെ ഫുള്ളായിട്ട് ലിറിക് കാണാതെ എന്നെ പാടി കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഐ തോട്ട് ഐ ഹാവ് സീൻ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഡെഡിക്കേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇവിടെ കൊള്ളുന്ന സംഭവമാണ്. കാരണം ഞാനും ആ രീതിയിൽ തന്നെ വന്നതാണ്. അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ എന്ന്. അപ്പോൾ മധുരം ഗായതി ഈസി പാട്ടല്ല, അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ പഠിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇൻ അബൌട്ട് 1.5 hours നമ്മൾ റെക്കോർഡ് ചെയ്ത്. അങ്ങനെയാണ് ഈ 2 പാട്ട്, അങ്ങനെയാണ് ശ്രേയ ആയിട്ടുള്ള ആദ്യത്തെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഒരു മ്യൂസിക് കമ്പോസറും ഒരു സിംഗറും തമ്മിലുള്ള കെമിസ്ട്രി. ഇപ്പം മദൻ മോഹൻജിയും ലതാജിയും അവരുടെ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ കെമിസ്ട്രി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും അതിനൊക്കെ അപ്പുറമായിട്ട് ഒരു ഡിവൈനായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. കലയിൽ അങ്ങനെ ഒരു വലിയൊരു സംഭവമുണ്ട്. ഇപ്പോൾ മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട് MG രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് ജാനകി അമ്മ പാടുമ്പോഴത്തേക്കും നമുക്ക് ആ ഡിവിനിറ്റി അതിനകത്ത് കാണാൻ പറ്റും. രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ട് ചിത്ര ചേച്ചി ജോൺ സേട്ടന് വേണ്ടി പാടുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പല 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 കോമ്പിനേഷൻസ്. ബാബുക്കയുടെ പാട്ട് ഒരു കൊച്ചു സ്വപ്നത്തിന്, അല്ലെങ്കിൽ സൂര്യകാന്തി, അവിടുന്ന് ഗാനം കേൾക്കാൻ, ഇതൊക്കെ ജാനകി അമ്മ ബാബുക്കയ്ക്ക് വേണ്ടി പാടുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊരു ഡിവൈൻ ഇൻ്റർഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്രേയയായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ കോമ്പോസിഷൻ്റെ ഒരു സോളിനെ ഗ്രാബ് ചെയ്യും, അവിടെ ടച്ച് ചെയ്യും. ഞാനൊന്നും പറയാതെ തന്നെ അത് സംഭവിക്കുന്നുണ്ട്. അത് ശ്രേയ അറിഞ്ഞിട്ടാണോ ഞാൻ അറിഞ്ഞിട്ടാണോ നമുക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. ഇറ്റ് ഹാപ്പൻഡ്. അത് ദാസാറ് പാടുമ്പോഴും ചിത്രചേച്ചി പാടുമ്പോഴും സുചേച്ചി പാടുമ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അവർക്ക് ശേഷം എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്
ശ്രേയ പാടുമ്പോഴാണ്. ഉം. അപ്പോൾ എനിക്ക് തോന്നി അവരുമായിട്ടുള്ള ഒരു ലോങ് അസോസിയേഷൻ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തു, ആ പാട്ടിൽ ഈ പാട്ടിൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആണ് തുടങ്ങിയത് മൊയ്തീൻ. അങ്ങനെ പല പല പാട്ടുകൾ. സാർ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് എക്സ്റ്റെൻസീവായിട്ട് രാഗങ്ങളെ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രാഗം ഈ പാട്ടിന് ചേർന്നാൽ കറക്റ്റായിരിക്കും, സൂട്ടബിളായിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നി കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് എപ്പോഴും ഒരു മ്യൂസിക് കമ്പോസർ ഒരു പാട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഒരു രാഗം ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് ശരി. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമില്ല. ഇല്ല. ചിലപ്പം ഒരു റൊമാൻറ്റിക് സോങ് ആണെങ്കിൽ അനുരാഗം ഉണ്ടാവും. രാഗം എന്ന് പറയുന്നത് അതിൻ്റെ രാഗം അനുരാഗം തന്നെയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി അടുത്ത് ആരോ ചോദിച്ചു, സ്വാമി ഈ പാട്ടിൻ്റെ രാഗം ഏതാ? സിനിമാ രാഗം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു രാഗത്തിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് വന്ന് ചേരാം. ഫോർ എക്സാമ്പിൾ ചെന്താറമിഴി എന്ന് പറഞ്ഞ പാട്ടിന് ഷഹാന രാഗമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. അതെന്താ വെച്ചാൽ ആ ഒരു സോങ് സിറ്റുവേഷനിൽ അങ്ങനെ രാഗനിബദ്ധത അതിന് വന്നാൽ നല്ലതാണെന്ന് തോന്നിയുണ്ട്. കൽപ്പാത്തി ഗ്രാമം, ഒരു ബ്രാഹ്മിൻ ഫാമിലി, അവിടെ നടക്കുന്ന ഒരു കല്യാണം, അതിനുശേഷമുള്ള അവരുടെ രണ്ടുപേരുടെയും സമയങ്ങൾ, അതൊക്കെ ഷഹാനയിൽ അല്ലെങ്കിൽ ദ്വിജാവന്തിയുടെ ചെറിയ ടിഞ്ചിലൂടെയും നമുക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ രാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഹൃദയത്തിൻ മധുപാത്രം എന്നുള്ള പാട്ടിനെ കുറിച്ച് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ അസലായിട്ട് ഗൗരി മനോഹരിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുമ്പോഴാണ് അത് ഗൗരി മനോഹരിയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് ശരി. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല, ഒരു രാഗം ആലോചിച്ചിട്ടേ ഇല്ല. അവിടെ ആ കഥാപാത്രം കാണുന്ന ചില ഹാലൂസിനേഷൻസ് ആണ് ആ സിനിമയിൽ. അത് പ്രണയത്തിന്റെ ഹാലൂസിനേഷൻസ് ആണ്. അപ്പൊ അത് ലിറിക്ക് തന്നിട്ട് ആണ് ഞാൻ ഈണം ചെയ്യുന്ന ONV സാറ്. ഒരു സ്വരം പഞ്ചമ മധുര സ്വരത്തിനാൽ ഒരു വസന്തം തീർക്കും കുയിൽ മൊഴി നീ, ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അതിനെ ഇങ്ങനെ അതിൽ ഒരു അണ്ടർലൈനിങ് പാസേജ് ആയിട്ട് ഇങ്ങനെ മ്യൂസിക് പോവാവുള്ളൂ. അതിനെ ഓവർ പവർ ചെയ്യാൻ പാടില്ല. ലിറിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ ബ്യൂട്ടിയെ ഞാൻ നിലനിർത്താൻ മാത്രമേ പാടുള്ളൂ. അതിന് വേണ്ട അനുരാഗം ഞാൻ ചേർത്തു. അതാണ് എൻ്റെ രാഗം. ശരിക്കും അപ്പോൾ പല ആൾക്കാരും അത് പല രീതിയിൽ കാണാമല്ലോ. പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രാധികയും ഞാനും ഒരേ പാട്ട് കേൾക്കുന്നു, പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് രണ്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് ദ സെയിം എക്സ്പീരിയൻസ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് രാഗം കാണാൻ പറ്റുന്നു, ചിലർക്ക് ഇമോഷൻ കാണാൻ പറ്റുന്നു, ചിലർ അവരുടെ ഓർമ്മകളിലേക്ക് പോകുന്നു, ചിലർക്ക് അവരുടെ പ്രണയം ഓർമ്മ വരുന്നു, ചിലർക്ക് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും മ്യൂസിക് ആവുന്നത്, സക്സസ്ഫുൾ ആവുന്നത്. തീർച്ചയായിട്ടും സാർ. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിച്ചു സാറിൻ്റെ ആ ഒരു, ബിക്കോസ് ഇറ്റ് കംസ് ടു ദ ഫോർ ഫ്രണ്ട്, ആ രാഗം ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം നമുക്ക് സാറ് ചിലപ്പോൾ മയങ്ങിപ്പോയി എന്ന് പറഞ്ഞ പാട്ടല്ലേ, അത് ബേഗഡയിലാണെന്ന് പല ആൾക്കാരും. ശരി. പക്ഷെ എൻ്റെ മനസ്സിൽ ബേഗഡയില്ലായിരുന്നു. അപ്പോൾ ഉടനെ അത് ഹരികാമ്പോജിയാണോ അനുപല്ലവി എന്നൊക്കെ ചോദിക്കും. അത് ശരി. എൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്, സേതുരാമൻ എന്ന് പറഞ്ഞ എൻ്റെ ഡിയർ ഫ്രണ്ടാണ്. അവൻ എപ്പോഴും ഈ രാഗങ്ങളെ പറ്റി അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നീ അത് ആ രാഗത്തിൽ ചെയ്തെന്ന് പറയും. അപ്പം ഞാൻ അവനോട് പറയും, എടേ അത് ഞാൻ രാഗത്തിൽ ചെയ്തതല്ല, നിനക്ക് അങ്ങനെ തോന്നിയതാ എന്ന് പറയും. റിയൽ റെവലേഷൻ. ബട്ട് സാറ് വർഷങ്ങളായിട്ട് എത്രയോ കുട്ടികളെ റിയാലിറ്റി ഷോസിലൂടെ റിയലി ഗ്രൂമിങ് ദം, സാറാണ് അവരുടെ ഗുരു. അപ്പോൾ ആസ് എ പീസ് ഓഫ് അഡ്വൈസ് അവർ ഈ രാഗങ്ങളെപ്പറ്റി പഠിക്കുന്നത് അവർക്ക് ആഡ് ഓൺ ചെയ്യുമായിരിക്കും അല്ലേ, ഇൻ ദെയർ സബ് കോൺഷ്യൻസ്. സാറിന് പണ്ടത്തെ ഒരു എല്ലാവരുടെയും ഒരു റെജിമെൻറ്റഡ് റൂട്ടീൻ ഓഫ് പ്രാക്ടീസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് അതെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ? വാട്ട് വുഡ് യു തിങ്ക്? കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇവല്യൂഷൻ കാണാൻ പറ്റും. കാണാം. ഞാൻ എൻ്റെ കൊച്ചിലെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കൃതി പഠിക്കാനായിട്ട് ഞാൻ ഒരാഴ്ച എടുക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു 2 മണിക്കൂർ മതി പഠിക്കാൻ. ശരി. പിന്നെ മാത്രമല്ല അവർ ഗ്രാബ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് അൺബിലീവബിളാണ്. ഞാനിപ്പോൾ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലെ
കുഞ്ഞുങ്ങൾ അവരൊക്കെ പാട്ട് പഠിക്കുന്ന പറഞ്ഞാൽ ഒരു പാട്ട് മാക്സിമം ഒരു 2 ദിവസത്തിനാണ് പഠിക്കുന്നത്. എന്നിട്ട് അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ഒരു 5 ലെവൽസ് ഓഫ് ഗ്രൂമിങ് കഴിഞ്ഞിട്ട് അവരവിടെ വന്ന് പാടുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഒരു അക്ഷരം പോലും പാടാൻ പാടില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഭാഷ അറിയില്ല, അതിൻ്റെ എന്താണ് അർത്ഥ തലങ്ങളൊന്നും അറിഞ്ഞൂടാ. പിന്നെ മ്യൂസിക്കിൽ രാഗം അറിയില്ല, രാഗം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കും. പിന്നെ അതിൻ്റെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സ്വരത്തിൻ്റെ മോഡുലേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കോർഡ് പ്രോഗ്രഷൻസ് ഓർക്കസ്ട്രേഷൻ ഒന്നും അറിഞ്ഞൂടാ അവർക്ക്. പക്ഷെ അവർ പാടുമ്പോഴത്തേക്കും ഇതെല്ലാം അറിഞ്ഞ പോലെയാണ്. അപ്പോൾ ടാലൻറ്റ് ഇത്തരം അറിവുകളെ മറികടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എപ്പോഴും അറിവ് ഒരു ഭാരമാകാൻ പാടില്ല. ഒരു മ്യൂസിക് കമ്പോസർ, ആസ് എ മ്യൂസിക് കമ്പോസർ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ കുറേ അറിവുകൾ നേടിയിട്ടുണ്ടാവും, ഇതെല്ലാം കൂടെ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നതല്ല മ്യൂസിക് കോമ്പോസിഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലെസ് ഈസ് മോർ. നമ്മൾ രാഗം പഠിച്ചിട്ടുണ്ടാവും, ആ രാഗത്തിനെ മറക്കണം. അതാണ് പറഞ്ഞത് രാഗമില്ല എന്ന് പറഞ്ഞ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും രാഗത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അതിനകത്ത് വന്നാൽ അത് വരട്ടെ, അതൊരു ക്രിമിനൽ കുറ്റമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ വന്നോട്ടെ. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് ബ്യൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആൾക്കാർ പറയും അത് ക്ലീശയാണെന്ന് പറയും. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിൽ കൂടെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അത് ക്ലീശയാണ്, അത് നാളെ തൊട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല അല്ലേ. അപ്പോൾ ചില ഫ്രേസസ് അത് ഇറ്റ് വിൽ ഫോളോ ദ ബീറ്റൻ ട്രാക്ക്. ചില ഫ്രേസസ് അത് ഇറ്റ് ഹാസ് ടു ഫോളോ. അവിടെ ഞാൻ വിചാരിക്കണം, അല്ല ഞാൻ ജയചന്ദ്രൻ, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും വ്യത്യസ്തത വേണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വാതന്ത്ര്യം ഞാൻ കൂടുതൽ കൈയാളും. അപ്പം ഞാൻ വേറൊരു കോഡിലോട്ട് ഞാൻ മാറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഇതൊന്നും ആൾക്കാരുടെ മനസ്സിലോട്ട് കയറാത്ത എന്തോ ഒരു സംഭവമായിട്ട് ഇത് മാറും. കുറേ ക്രിട്ടിക്സൊക്കെ നന്നായിട്ട് കൈയടിക്കും, ഓ എന്ത് എന്നൊക്കെ പറയും. പക്ഷെ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ കയറാത്ത പാട്ട് സിനിമാ പാട്ടല്ല. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ബട്ട് യു ഡു ലൈക്ക് ടു എക്സ്പെരിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ മഴയെ തൂമഴയിൽ സാറ് റോക്ക് എടുത്തു, അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, കണക്റ്റായി. അപ്പോൾ സാറ് അങ്ങനെ എന്തെങ്കിലും ടു എന്ത് ടെക്നിക്സ് വേണമെങ്കിലും എടുക്കാം, എന്ത് ടെക്നിക്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ആ ടെക്നിക്സ് ഒക്കെ ഒളിപ്പിച്ചു വെക്കണം. അത് ഉള്ളിലുണ്ടാവും, അതിലെ ട്രിക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ ട്രിക്സ് ഒക്കെ ഒളിപ്പിച്ച് വയ്ക്കുന്നിടത്താണ് ഒരു ക്രിയേറ്റർ ആവുന്നത്. ദാറ്റ് ഈസ് എംബെഡഡ് ഇൻസൈഡ്. പക്ഷെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന എലിമെന്റ്സ് ആണ് വെളിയിൽ കാണുക. അത് ഇമോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചില ഹുക്ക് ലൈൻസ് ആയിരിക്കും, ഇതുപോലെ ഡ്രം റോൾ ആയിരിക്കാം, എന്തുമാകാം. അപ്പോൾ അതൊന്നും പുറത്താരും അറിയില്ല. പക്ഷെ യു ആർ ആക്ച്വലി സാർ ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബിഹൈൻഡ് ദ സീൻസ്. സാർ ഇങ്ങനെ പല ജോണേഴ്സ് ഓഫ് മ്യൂസിക് കേൾക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഇപ്പോൾ നമ്മളുടെ കൺവെൻഷണൽ മ്യൂസിക് അല്ലാതെ സാർ എന്തെങ്കിലും തേടി പോവാറുണ്ടോ? ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യം അപ്ഡേഷനിലാണ്. നമുക്ക് കാലിക പ്രസക്തി വേണം ഒരു ആർട്ടിസ്റ്റിന്, അതില്ലെങ്കിൽ അയാളെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മളൊരു സ്റ്റേഷനിൽ നിൽക്കും, ട്രെയിൻ അപ്പുറത്ത് പോയിട്ടുണ്ടാവും, നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. സർട്ടൻലി ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു മീ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു അപ്ഡേഷൻ തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഞാൻ നോക്കി കണ്ടതാണ്. അപ്പോൾ പഠനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠനമാണ്. പഠനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയെ നമ്മൾ കൂർപ്പിച്ച് വയ്ക്കുക, കാതോർത്തിരിക്കുക, പുതിയ എന്തിനേയും നമ്മുടെ ചെവി ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു വ്യത്യാസം? പുതിയൊരു സംഭവം കേട്ട് ഇതിനെന്താണ് വ്യത്യാസം? നമ്മൾ ഇതുവരെ പഠിച്ചതെന്നും കേട്ടതെന്നും അറിഞ്ഞതെന്നും അനുഭവിച്ചതെന്നും എന്താണ് ഇതിന് വ്യത്യാസം? അതിനെപ്പറ്റി പഠിക്കുക. എന്നിട്ട് അത് നമുക്ക് കൈക്കുള്ളിലാക്കാൻ പറ്റുമോ? എനിക്കതിൽ ഒരു ആ ജനസിൽ ഒരു പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ട്യൂൺ ചെയ്യാൻ പറ്റുമോ? അതിന് ഞാൻ എന്തൊക്കെ എലിമെൻറ്റ്സ് ഞാൻ കൂട്ടിച്ചേരണം? ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെ എലിമെൻറ്റ്സ് എനിക്ക് വേണ്ട എന്ന് വയ്ക്കണം? അൺനെസസറി ആയിരിക്കും പലതും. ഒരു നോട്ട്സിൻ്റെ കുറേ വൈബ്രേഷൻസ് ആണല്ലോ ഒരു മെലഡിയോ അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻസിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പഠിക്കലാണ് ഓരോ ജനസും. ഒരു പെർട്ടിക്കുലർ ഒരു
ജനസിൽ ഓഫ് മ്യൂസിക്കിൽ അല്ലെങ്കിൽ ജോൺറയിൽ നമ്മൾ ചില പർട്ടിക്കുലർ വേയ്സ് ഓഫ് യൂസിങ് എ നോട്ടായിരിക്കും ചെയ്യണത്. അപ്പോൾ അത് ചിലപ്പം റെപ്പറ്റീഷൻ ഓഫ് നോട്ട്സ് ആയിരിക്കും ചിലപ്പം ചില സമയത്ത്. അപ്പോൾ അതിൽ വേറെ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സൗണ്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. അത് പാടില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക, അപ്ഡേറ്റഡ് ആവുക, ഇന്നത്തെ കാലവുമായിട്ട് നമ്മൾ റെസണേറ്റ് ചെയ്ത് നിൽക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ദാറ്റ് കീപ്സ് മീ ഗോയിങ്. എക്സലൻസ് സർ. എനിക്ക് ആ ഏനുണ്ടോടി അത് ഫോക്കാണ്. ആ പാട്ട് കേട്ടാൽ ഫോക്ക് കണ്ടുപിടിച്ചത് തന്നെ സാറാണെന്ന് തോന്നും. ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് വെരി ഒത്തൻറ്റിക്. സിത്താര ചേച്ചിയുടെ സിംഗിങ് ഓൾസോ എലിവേറ്റഡ് ദ സോങ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെയാണ് സാറിൻ്റെ ഓരോ പാട്ടും. പിന്നെ ഒരു ക്ലാസ് ഷൈൻസ് ത്രൂ ഇൻ എവ്രി സോങ്. ആൻഡ് യു ഡോണ്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അടിച്ചിപ്പോൾ സാറ് കുറച്ച് ചിൽ ഔട്ടായിട്ടാണ് പതുക്കെയാണല്ലേ ചെയ്യുന്നത്. സമയമെടുത്ത് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് പറയാമോ? ഇങ്ങനെ ഫിലിംസ് സെലക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ഇപ്പോൾ പേസ് ഔട്ട് ചെയ്യുന്നത്? അല്ല, ക്വാണ്ടിറ്റി നോക്കി പോയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ബട്ട് നോ മോർ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ ചലഞ്ച് ചെയ്യുന്ന, ഇതുവരെ ചെയ്തതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്തരം സിനിമകൾ ചെയ്യുക. അത് സമാധാനമായിട്ട് ചെയ്യുക. ഇപ്പം ഞാൻ വിജി തമ്പി ചേട്ടൻ്റെ അയ്യപ്പൻ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അതിൽ കുറേ AI സംഭവങ്ങളും അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് 7-8 പാട്ടുകളുണ്ട്. അപ്പോൾ അത് 7-8 മാസമായി ഞാൻ തുടങ്ങിയിട്ട് പാട്ടുകൾ. അപ്പോൾ ഓരോ പാട്ടിങ്ങനെ ചെയ്യും, പതുക്കെ ചെയ്യും, തമ്പി ചേട്ടനെ കേൾപ്പിക്കും, അത് പതുക്കെ റെക്കോർഡ് ചെയ്യും, പലതും റെക്കോർഡ് ചെയ്ത് മാറ്റി പിന്നെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് എന്നെ തന്നെ ഒരു റീഡിസ്കവറി പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം കഥകളോ ഒന്നും, അത്തരം കഥകൾക്കൊന്നും എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റില്ല സിനിമയിൽ. അപ്പോൾ ഇങ്ങനൊരു അയ്യപ്പനെ കുറിച്ചുള്ള സിനിമയാകുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്ന സിനിമകളൊക്കെ അത്തരത്തിൽ സമയമെടുത്ത് എൻ്റെ ഇഷ്ടത്തിന്, ഞാൻ ആഗ്രഹിക്കുന്ന പെർഫെക്ഷന്, ഞാൻ ചെയ്തിട്ടില്ലാത്ത ജനസുകൾ, സംഗീതത്തിൻ്റെ ജനസുകളിലുള്ള പാട്ടുകളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോണർ ചെയ്യാൻ നല്ല കൊതിച്ചിരിക്കുന്ന പോലെ? വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എല്ലാ കാലത്തും എൻ്റെ ഒരു സ്വപ്ന. നമ്മുടെ അകലയിൽ ഓഫ്കോഴ്സ് അതൊരു ചെറിയ തുടക്കമായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു തീം പണ്ട് ഞാൻ ശ്യാമപ്രസാദ് ജി എടുത്ത്, ബിക്കോസ് ഹീ അണ്ടർസ്റ്റാൻഡ്സ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്. നല്ലൊരു അദ്ദേഹത്തിന് അതിൻ്റെ നല്ലൊരു കേൾവിയുള്ള ഒരാളാണ്. അതുപോലെ VKP എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഭവം. പക്ഷെ അങ്ങനത്തെ പ്രമേയങ്ങൾ വരില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. സാറ് പാട്ടുകൾ കേട്ട് ഇൻസ്പയർഡായിട്ട്, ഇപ്പോൾ ക്ലാസിക്സ് ഇൻസ്പയർഡായിട്ട് ചെയ്യുന്നത് സാർ അപ്പം എങ്ങനെയാണ് അത് ചെയ്യാറ്, അപ്രോച്ച് ചെയ്യാറ്? ഡു യു ലൈക്ക് ടു ഡു ഇറ്റ് ഓർ ഡു യു ട്വീക്ക് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ്, ഓർ സാറിൻ്റെ സ്വന്തം കോമ്പോസിഷൻസ് ചെയ്യുന്നതാണോ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്? ക്ലാസിക്സ് എടുത്ത് ഇൻസ്പയർഡായിട്ട് ചെയ്യാറുണ്ടോ? ക്ലാസിക്സ് അവിടെ ഉണ്ട്, അതിനെ തൊടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവരത് ചെയ്തു വെച്ചിരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള പ്യൂരിറ്റി ഉണ്ട്. അവർ വേറെ ഒരു ക്ലാസിക്കും കണ്ടിട്ടല്ല ആ ക്ലാസിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് ചെയ്യാൻ പാടില്ല. എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇപ്പോൾ അതുപോലെ തന്നെ എടുത്തു വയ്ക്കുക, അതൊരു രീതിയായിരുന്നു. കാരണം അത് എടുത്തിട്ട് അതിൻ്റെ ഇമേജിനെ ടിൽറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ ആക്കി കൊടുക്കുക, അത് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കോഡ് പ്രോഗ്രഷൻ അത് ബേസ്ഡ് ആയിട്ട് വേറൊരു പാട്ടുണ്ടാക്കുക. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻസ്പയർഡ് ആക്കാൻ പറ്റും. ഇൻസ്പയർഡ് അല്ലാത്ത ഒരു മനുഷ്യനും ഇതുവരെ ലോകത്ത് ജീവിച്ചിട്ടില്ല. നമ്മൾ നടക്കുന്നത് പോലും നമ്മുടെ അച്ഛനെയും അമ്മയും പോലെ തന്നെയാണ്, അല്ലേ? അത് പറ്റില്ല, എൻ്റെ അച്ഛനെ പോലെ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചിരി കാണുമ്പോൾ അത് സുകുമാരി ചിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ എന്ന് എടുത്ത് പറയുമ്പോൾ ഞാൻ അത് പറ്റില്ല, എൻ്റെ അമ്മയെ പോലെ ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു പെഡിഗ്രി ഉണ്ട്, നമുക്ക് ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു ലെഗസി ഉണ്ട് ഓഫ് ഗ്രേറ്റ് 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 മ്യൂസീഷ്യൻസ്, അല്ലേ? അപ്പോൾ ആസ് എൻ ഇന്ത്യൻ എപ്പോഴും ഭയങ്കര പ്രൗഡാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ലെഗസിയിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്, നമ്മുടെ കർണാട്ടിക് മ്യൂസിക്, ബാക്കി ഫോക്ക് മ്യൂസിക്, ഇങ്ങനെ ഇത്രയും ഫെർട്ടൈൽ ഇമാജിനേഷൻ ഉള്ള ഒരു ലാൻഡാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ
അവിടെ ഒരു ഒരാളെ ആ ഇന്ത്യയുടെ ഒരു മകനായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ലെഗസി അത് എന്നിലേക്ക് നാച്ചുറലായിട്ട് വരും. അപ്പോൾ അത്തരം ഇൻസ്പിറേഷൻസ് അതിനകത്തോട്ട് വരും. അതിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഇഷ്ടപ്പെടാതിരുന്നിട്ടും ഒരു കാര്യമില്ല. സാറ് ബുക്കുകൾ എഴുതുന്നുണ്ട്. ഇനി എന്തെങ്കിലും എഴുതാൻ ബാക്കിയുള്ള പ്രമേയങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? ഈ പുസ്തകം എഴുതുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ദേവരാജ മാസ്റ്ററെ പറ്റി ഒരു പുസ്തകം ആദ്യം, വരിക ഗന്ധർവ ഗായിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രാജേന്ദ്രൻ എടത്തുങ്കര എന്ന് പറഞ്ഞിട്ട്, വലിയ റൈറ്ററാണ്. അപ്പോൾ രാജേന്ദ്രൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരെണ്ണം ചെയ്താലോ ബുക്ക്. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും എനിക്ക് ഇരുന്ന് എഴുതാനായിട്ടുള്ള ഒരു സമയമില്ല. അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു ഞാനും ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഒന്നിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ ഞാനും രാജേന്ദ്രനും കൂടെ ഇരുന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പുസ്തകം എഴുതിയത്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൽ രാജേന്ദ്രൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ട്, എൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം എഴുതിയത്. അത് ദേവരായ മാസ്റ്റർക്ക് ഒരു വലിയ സമർപ്പണമായിട്ട് ഞാൻ കാണുന്നു. അതിൽ വളരെ സത്യസന്ധമായിട്ട് ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഗുരുവിനെ എങ്ങനെ ഒരു ശിഷ്യൻ കാണണം, അത് എൻ്റെ വഴികളിൽ ഞാൻ എന്തൊക്കെയാണ് അതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് ആഖ്യാനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തത് ഓഫ് കോഴ്സ് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ഒരു പുസ്തകമാണ്. അത് സ്മൃതിതൻ ചിറകിലേറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇതുപോലെ എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, സേതു മാധവൻ, നല്ലൊരു റൈറ്ററാണ് ഇതുപോലെ. അപ്പോൾ സേതു എന്നെ സഹായിച്ചിട്ടുണ്ട് അത് എഴുതാനായിട്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇത് തീർത്തും ഞാൻ എഴുതി എന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അവരുടെ സഹായങ്ങൾ കൊണ്ടാണ് അത് എഴുതാൻ പറ്റിയത്. അപ്പം ഞാൻ അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനല്ല എന്നർത്ഥം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ അതിനകത്തോട്ട് ചേർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻ്റേതാണ്, അതിനെപ്പറ്റി സംശയമില്ല. തീർച്ചയായും. അപ്പോൾ ഇത് രണ്ടും വേണമെന്ന് വെച്ച് വന്ന സംഭവങ്ങളല്ല. ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞ് എന്തുകൊണ്ട് നമുക്കത് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അടുത്തൊരു പുസ്തകത്തിൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ വന്നുകൂടാ എന്നില്ല. ഞാൻ ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് തിയറി അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തിയറി. അപ്പോൾ അത് മലയാളത്തിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് അത് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഇന്നും നാളെയുമല്ല, ഈവൻ ഞാനില്ലാത്ത ഒരു കാലത്ത് പോലും അത് വേണ്ട രീതിയിൽ അത് പഠിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ നല്ല സാർ. പക്ഷേ അത് ഒരു ലബോറിയസ് ടാസ്ക്കാണ്. അപ്പം നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രിൻ്റ് ചെയ്ത് തരണം. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേരം അതിന് വേണം. അത് ഞാൻ എഴുതുന്നത് കൃത്യമായിരിക്കണം. തിയറി എന്ന് പറയുമ്പോഴത്തേക്കും എക്സാക്റ്റ് ആയിട്ട് അതിനകത്ത് വരണം, ഓൺ ദ ഡോട്ട് ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, സംഭവിക്കുമായിരിക്കും. അതെല്ലാം അവിടെ നിന്ന് വിചാരിക്കണം. സാർ എന്തൊക്കെ പറഞ്ഞാലും സാറ് വളരെ കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ഈ ഒരു പോയിന്റിൽ എത്തിയത്. കഷ്ടപ്പാടില്ലാതെ ഒരു കലാകാരനാവുന്നില്ല. കഷ്ടപ്പാട് വേണം, എൻ്റെ അഭിപ്രായത്തിൽ വേണം. കുറേ കരയണം. ഏതെങ്കിലും വേദനിച്ച് കുറേ കരഞ്ഞ ഏതെങ്കിലും ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും, ഇഷ്ടം പോലെ യഥേഷ്ടം. ഏതെങ്കിലും ഒരെണ്ണം പറയോ? എന്തായിരുന്നു സാറിനെ ഹേർട്ട് ചെയ്തത് ആൻഡ് ഹൗ ഡിഡ് യു കം ഔട്ട് ഓഫ് ഇറ്റ്? അല്ല, കമ്മിങ് ഔട്ട് ഇസ് വെരി ഡിഫിക്കൾട്ട് സമയങ്ങളിൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രമേശൻ നായർ സാർ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടാ ഒരു പുതിയ സിനിമയുണ്ട്, അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. വളരെ പ്രശസ്തനായ ഡയറക്ടറായിരുന്നു, വളരെ പ്രശസ്തനായ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ വന്നു. അപ്പോൾ ഡയറക്ടറായിട്ട് എനിക്ക് നേരത്തെ പരിചയമില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ വന്ന് നോക്കി, നിങ്ങളാണല്ലേ ചെയ്യണമെന്ന് പറഞ്ഞു. അതെ സർ എന്ന് പറഞ്ഞു. ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ റീലൊക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ വർക്ക് തുടങ്ങി. ഞാൻ തന്നെയാണ് കീബോർഡ് പ്രോഗ്രാം ചെയ്തത്. ബെന്നി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ് റിതം പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഏകദേശം ഒരു റീൽ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ വരണമല്ലോ ഇത് കേൾക്കാൻ. അപ്പോൾ പക്ഷേ അദ്ദേഹം വരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത റീൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം 2 ദിവസം കൊണ്ട് ഏകദേശം 2 റീലിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള എലിമെൻറ്റ്സൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത്.
അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി 3-ാമത്തെ ദിവസവും നോക്കി അദ്ദേഹം വന്നില്ല. ഇടയ്ക്ക് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അദ്ദേഹം ഈ റൂമിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, സൗകര്യമായിട്ട് കേൾക്കാം, ജയൻ എന്തായാലും ചെയ്തോ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 4-ാമത്തെ ദിവസം വൈകിട്ട് ഈ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പേപ്പർ എനിക്ക് നീട്ടാണ്. ആ പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ ആ സിനിമയുടെ പേരുകളും ഒന്നും പറയുന്നില്ല, നമുക്ക് ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ആഗ്രഹമില്ല. ഞാൻ മേലെ ആകാശവും താഴെ ഭൂമിയും എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു നിമിഷമാണ്. അപ്പം ആ പേപ്പറിൽ എഴുതിയിരുന്നത്, ഞാൻ ഇന്ന സിനിമയുടെ സംഗീത സംവിധായകനായിട്ട് വരികയും ഇവിടെ റിയാൻ സ്റ്റുഡിയോയിൽ 3 ദിവസം വർക്ക് ചെയ്യുകയും ഇത് ചെയ്തിട്ട് എനിക്ക് വേണ്ട രീതിയിൽ ഇതിന് സംഗീതം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇതിനാൽ പറയുന്നു. അതിനുവേണ്ടി 3000 രൂപ കൈപ്പറ്റിക്കൊണ്ട് എനിക്ക് ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ഇതിനാൽ എഴുതി തരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ നോക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരും എനിക്ക് വേണ്ടി പറയാനില്ല, സിനിമയിൽ ഒരൊറ്റ ആളില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇതെന്ത് ചെയ്യും ദൈവമേ എന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെക്ക് മേറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു, സർ ഡയറക്ടർ കേട്ടില്ലല്ലോ. അല്ല, പുള്ളിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എൻ്റെ മ്യൂസിക്കൊന്നും കേൾക്കണം. ഇല്ല, പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളി വേറെ ആൾക്കാരെ പുള്ളിക്ക് മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ 1-2 എനിക്ക് സിനിമയിൽ അറിയാവുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചു, ഈ ഡയറക്ടറായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം റെക്സ് മാസ്റ്റർ എനിക്ക് ഗുരുതുല്യനാണ്. പലപ്പോഴും എന്നെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ള ഒരാളാണ്, എൻ്റെ കൈ പിടിച്ച ആളാണ്. അപ്പോൾ മാഷിനോട് ഞാൻ വളരെയധികം സങ്കടത്തിൽ ഞാനിത് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ ആ ഡയറക്ടറിനെ എനിക്കറിയാം, ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ റെക്സ് മാസ്റ്റർ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാൾക്ക് ജീവിതാനുഭവമില്ല. എനിക്ക് ജീവിതാനുഭവമില്ല, അതാണ്. അപ്പോൾ മാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ ആ മ്യൂസിക് കേൾക്കാതെ ഇയാൾക്ക് ജീവിതാനുഭവം ഇല്ല എന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ, ഒരാളെ കണ്ടാൽ നമുക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ ഡയറക്ടറുടെ ഒരു സിനിമ ഞാൻ ചെയ്തു മ്യൂസിക്. ആ മ്യൂസിക് ചെയ്തിട്ട് അവസാനം അതിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടക്കണം. അപ്പോൾ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ജയചന്ദ്രൻ എന്നെ സെലക്ട് ചെയ്തത്? രവീന്ദ്ര മാസ്റ്ററുണ്ട്, ജോൺ സേട്ടനുണ്ട്, നിങ്ങളുടെ പല സിനിമകളും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജയന് ജീവിതാനുഭവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ അദ്ദേഹത്തിനെ ഒരിക്കലും ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റാണ് സിനിമ, അത് ആര് ചെയ്യണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയാണ്, വാട്ട് ഇസ് സിനിമ. നമുക്ക് റിജക്ഷൻ നമ്മൾ പഠിക്കണം, അതാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. റിജക്ഷൻ, ആ റിജക്ഷൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ച് അത് ഉൾക്കൊണ്ടപ്പോഴത്തേക്കും എന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടി. അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ആ റിജക്ഷനിൽ നിന്നാണ് പിന്നെയും ഒരു സർക്കിൾ കറങ്ങി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അക്സെപ്റ്റൻസ് ആണ് എനിക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ റിജക്ഷൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിരന്തരം നമുക്ക് ആ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കില്ല ഇതിങ്ങനെ ഒരു പ്രശ്നമാണെന്ന്. അപ്പോൾ നമുക്ക് സങ്കടം വരും, എന്താ ഈശ്വരൻ, എന്താണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പല സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം, നാളെ ഒരു സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇൻ മെനി വേസ് ദിസ് ഹസ് ബിക്കം മച്ച് മോർ ദാൻ എൻ ഇൻ്റർവ്യൂ. സാറിൻ്റെ ലൈഫ് തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയാണ്. ആരുമല്ലാത്ത ഒരാളാണ് ഞാൻ. വിളിച്ച് സാർ അത്രയും സ്നേഹത്തോടെ വന്നു, ശരിക്കും ഹൃദയം തുറന്ന് ഇത്രയും നേരം സംസാരിച്ചു. ഒരുപാട് നന്ദി സർ. ആരുമല്ല എന്നുള്ളതാണ് അബ്സല്യൂട്ട് ട്രൂത്ത്.
വളർന്ന് ഒരു ബിന്ദുവിനെ പോലെ ആകുക എന്ന് OV വിജയൻ സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബിന്ദുവിനെ പോലെ ആകാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ മനുഷ്യനെയും നമ്മളുടെ സംഗീതജ്ഞനെയും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. യു ആർ എ വെരി പാഷനേറ്റ് മ്യൂസീഷ്യൻ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ വഴികളിലൊക്കെ ഞാനും എവിടെയൊക്കെയോ ചെറിയ ചെറിയ വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം സ്നേഹവും അഭിമാനവും തോന്നുന്നു. രാധിക, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.